പുതിയ വീഡിയോ സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിശക്തമായിട്ടുള്ള അക്രമമാണ് ഇപ്പൊ ഇറാന്റെ ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കാൻ എന്താ അറിയോ, ഇറാനും ചെയ്തുകൊണ്ട് കാര്യം എന്താ അറിയോ, എല്ലാ സ്ഥലത്തേക്കും അമേരിക്കൻ്റെ ബേസുകൾ, പട്ടാള ക്യാമ്പുകൾ, യുദ്ധവിമാനങ്ങളിൽ, ആയുധപ്പുരകൾ, ഈ കണ്ട സംഗതികൾക്കൊക്കെ നല്ല പ്രകടനശേഷിയുള്ള കാരണം ചെറിയ മിസൈലുകളൊന്നല്ല ഇടുന്നത്. എന്താണ് അതിശക്തമായുള്ള എന്താ അറിയോ, ഒരു മിസൈൽ ആയിട്ട് വീണ് കഴിഞ്ഞാൽ ഇപ്പൊ ഇറാൻ വിടുന്ന മിസൈലിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ഇറാൻ വിടുന്ന മിസൈലുകളൊക്കെ തന്നെ ഏത് ഭാഗത്തേക്കാണ് വിടുന്നത് ആ ഭാഗത്തേക്ക് വിൽക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. ആ ഒരു സംഭവം അത്ഭുതപ്പെടുത്താണ്. കാരണം അറിയോ, ആദ്യം ഇറാൻ ചെയ്ത കാര്യം എന്താ അറിയോ, ഈ അമേരിക്കൻ്റെ ഈ അയൺ ഡോമുകൾ, ഈ സാങ്കേതിക വിദ്യകൾ, ഈ മിസൈൽ തടയാനുള്ള സംവിധാനങ്ങൾ മൊത്തം ആദ്യം തകർത്താനൊക്കെ കുറച്ച് മുമ്പ് തകർത്താനൊക്കെ. രണ്ടാമത് ഓർക്ക് എന്താക്കിയിട്ടില്ല, അത് വെക്കാനുള്ള സമയം ഓർക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല അത് വെക്കാൻ കഴിയില്ല. അത്രയും മില്യൺ കണക്കിന് ഡോളർ വരെയുള്ള സാധനങ്ങളാണത്. അത് വെക്കാനങ്ങനെ കഴിയില്ല. ആ സംവിധാനങ്ങൾ ആദ്യം നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ. ആ ഒരു സാഹചര്യം തന്നെ ഈ പറയുന്ന രാജ്യത്തേക്ക്, ബഹ്റൈന്, UAE ഒക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് ശക്തമായ മിസൈൽ ആക്രമണം നടന്നത്. ഒരു മിസൈൽ, ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പൊ ഇറാൻ വിടുന്ന ഒരു മിസൈൽ, ആ മിസൈൽ പട്ടാള ക്യാമ്പിലേക്കാണ് വീഴുകയാണെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയൊക്കെ ഭാഗം നശിച്ചു പോകുന്നുള്ള ഒരു ചുറ്റളവ്, ഒരു വലിയ ഒരു 100 നിലയുള്ള ബിൽഡിംഗ് തന്നെ മുകളിലേക്ക് താഴത്തെ വീഴുകയാണെങ്കിൽ ആ 100 നില ബിൽഡിംഗ് മൊത്തം പൂർണ്ണമായും തകർന്നു പോകുന്ന യാതൊരു മിസൈലുകളുണ്ട്. അതല്ല മറിച്ച് ചുറ്റളവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 30 മീറ്റർ വീതിയിലും 30 മീറ്റർ നീളത്തിലും മൊത്തം 30 മീറ്റർ ചുറ്റളവുള്ള സകലതും നശിച്ചു പോകുന്ന യാതൊരുള്ള മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ വർഷിച്ചു കൊടുക്കുന്നത്. അതിശക്തമായ മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് മിസൈലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം വിട്ടുകൊണ്ടിരിക്കുന്ന മിസൈൽ ഇറാനെ സംബന്ധിച്ച് ഓരോ കാര്യം ഇറാൻ ശ്രദ്ധിക്കുന്നുണ്ട്. യുദ്ധം എത്ര കാലം നീണ്ടു പോകുന്നുള്ള ഇറാൻ അറിയാൻ കഴിയില്ല, ലോകത്തിന് അറിയാൻ കഴിയില്ല. ഇറാൻ ചെയ്തുകൊണ്ട് നിൽക്കാൻ എന്താ അറിയോ, ഇറാൻ ഘട്ടം ഘട്ടമായിട്ടാണ് ഇറാൻ മിസൈൽ അയച്ചു കൊടുക്കുന്നത്. ഇറാനെ സംബന്ധിച്ചോളം ഈ നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത, നമ്മൾ ഇതുവരെ ലോകം കാണാത്ത വിധത്തിലുള്ള മിസൈലുകൾ ഇറാനെ പ്രശ്നത്തുണ്ട്. അതും ആയിരക്കണക്കിന് 10,000കണക്കിന് മിസൈലുകൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇറാൻ വിട്ടുകൊടുക്കുന്നത് അതിൽ ലോക്കലായിട്ടുള്ള സംഗതികൾ ഇറാൻ വിട്ടുകൊടുക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഹൂതികളുടെ ഭാഗത്തും ശക്തമായ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് സൗദി അറേബ്യയിലേക്ക്. ഹൂതികൾ മനസ്സിലാക്കുന്നത് സൗദി അറേബ്യ നേരെ തിരിഞ്ഞു മാറി മാത്രമല്ല, പണ്ടും നമുക്കറിയാം സൗദി അറേബ്യ ഹൂതികളായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു. ഒരു 1-2 ദിവസമേ ആ വിഷയം ഉണ്ടായിട്ടുള്ളൂ. അന്ന് കത്തി തീർന്നതാ ഏകദേശം സൗദി അറേബ്യ. കാല് പിടിക്കുന്ന അവസ്ഥ വന്നാൽ മനസ്സിലാക്കണം. ആ ഊതികളെ ഭാഗത്തു നിന്നാണ് ഇന്നലെ രാത്രി അതിശക്തമായ മിസൈൽ ആക്രമണം ഈ പറയുന്ന സൗദിയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലാക്കൽ കാണുന്നതാണ്, ഊതികളോട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഓർമോസ് ഓൾറെഡി അടിച്ചു, മറ്റേ തടാകവും അടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹൂതികളെ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കും. ഹൂതികളെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം എന്താ അറിയോ, ഹൂതികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ പട്ടാളക്കാർ, നാവികം, എല്ലാ സംവിധാനം കൊണ്ട് വന്നിരുന്നു ഓർമോസിലേക്ക്. നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് അന്നപ്പോൾ ഇറാൻ കളത്തിലില്ല. ആ സമയത്ത് ഹൂതികളെ അടിക്കൊണ്ടിട്ട് കപ്പലും കൊണ്ട് പാഞ്ഞ അമേരിക്ക നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന മനസ്സിലാക്കണം. ആ ഊതികളാണ് ഇപ്പൊ കളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഊതികൾ ഇറങ്ങിക്കഴിഞ്ഞു. ഊതികളെ സംബന്ധിച്ചോളം പറയാനുള്ള കാര്യം എന്താ അറിയോ, ഇറാന്റെ വലങ്കൈയാണ്, ഒരു സംശയമില്ല, നമുക്ക് ആർക്കും സംശയമില്ല. ഇറാന്റെ വലങ്കൈ തന്നെയാണ്. ഇറാനെല്ലോ ഇത്രയും കുറെ മാസങ്ങളായിട്ട് 2, 3, 4, 5 മാസങ്ങളായിട്ട് ഈ ഹൂതികൾ കളത്തിലില്ല, യുദ്ധകാലത്തിൽ അവരില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. അവരായുധം ശേഖരിച്ചതാണ്. അവരായുധം ശേഖരിച്ച റഷ്യയിലും ചൈനയിലും ഇറാന്റെ ആയുധങ്ങൾ ശേഖരിച്ചുള്ള സത്യം. ഓരോ ഇതേപോലെ തന്നെ എല്ലാവിധ ആയുധങ്ങളും സംവിധാനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ റെഡിയാണെന്നാണ് ഹൂതികൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കാര്യം എന്താ അറിയോ, ഏത് രൂപത്തിലാണ് ഇപ്പൊ റഷ്യ ഇറാനപ്പുറണ്ട്, ചൈന ഇറാനപ്പുറണ്ട്, ഏത് നിമിഷവും യുദ്ധകാലത്തിലേക്ക് ഇറങ്ങും. ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത്, എന്തിനാണ് യുദ്ധം, എന്ത് കാരണത്തിലാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത് ചോദ്യമാണ് ലോകത്തിന് മുമ്പിലുള്ളത്. അതിന് മറുപടി പറയാനില്ല. ആണവായുധം ഇറാൻ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, സത്യമാണ്. അതുപോലെ നിലനിൽപ്പിന്റെ വിഷയമാണ്. അതല്ല, ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഇല്ലാതാക്കിയത് ആരാണ്? അമേരിക്കയാണ്. അമേരിക്ക എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്? ഇസ്രായേലിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേലിന് കിട്ടണം ഈ പറയുന്ന ഇറാനും ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇസ്രായേലിന് സ്വന്തമായി കിട്ടണം. ഓർക്ക് നിൽക്കാനും കക്കാനും പറ്റിയ, ഓർക്ക് കളിക്കാനും പറ്റിയ സ്ഥലമായി അത് സമ്മതിക്കാൻ പറ്റുമോ? അത്രയും ജനങ്ങളെ അത്ര ഒരു രാജ്യത്തെ പിടിച്ചെടുക്കാൻ പറഞ്ഞ സിമ്പിൾ കാര്യമാണോ?
അതൊക്കെ നടക്കുന്ന കാര്യമാണ്. പണ്ട് ഉപ്പാപ്പൊക്കെ ആനണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴതൊന്നും നടക്കൂല. മറ്റേ ഇറാനാണ്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്താ അറിയോ? ലോകശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ 15 രാജ്യങ്ങൾ ഒറ്റ അടിക്കാൻ പറ്റിയ പവറുള്ള രാജ്യമാണ് ഇറാൻ. അത് മനസ്സിലാക്കുക. കളി പഠിപ്പിക്കുന്ന രാജ്യമാണ് ഇറാൻ. 1 ഇഞ്ച് പോലും ബേക്കോട്ട് പോകാത്ത ഇറാൻ മാസാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ താങ്ക് യു വെരി മച്ച്.